നമസ്കാരം ഫ്രണ്ട്സ്, ക്രിസ്ത്യൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാൾട്ടയിലെ ഒരു ബസ് യാത്രയെക്കുറിച്ചാണ്. നിങ്ങളിപ്പോൾ കണ്ട കാർഡാണ് ഇവിടുത്തെ ബസ് കാർഡ് എന്ന് പറയുന്നത്. അതാണ് തലീഞ്ച കാർഡ് എന്ന് പറയാം. ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ ഫ്രീ ആയിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ഈ കാർഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ചിലവ് ആദ്യം തന്നെയുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ് ട്രാവൽ ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന മെഷീനിൽ നമ്മൾ ജസ്റ്റ് ഈ കാർഡ് വെച്ച് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിലേക്ക് എൻ്റർ ആവാൻ പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് തോന്നുന്ന സീറ്റിൽ കയറി ഇരിക്കാവുന്നതാണ്. നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന പോലെ ഡ്രൈവർ, കണ്ടക്ടർ, കിളി അങ്ങനെ കുറേ പേരുണ്ടാവില്ല. ആകെ ഡ്രൈവർ മാത്രമേ ഈ ബസ്സിലുണ്ടാവുള്ളൂ. ഡ്രൈവറാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇൻ കേസ് നമ്മളെ കയ്യിൽ തലീജയുടെ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർഡ് ഇല്ലാതെയും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളതിന് 2.50 യൂറോ നമ്മൾ അടക്കണമെന്ന് മാത്രം. അങ്ങനെ അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മണിക്കൂറത്തേക്കുള്ള നമുക്കൊരു ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഈ 3 മണിക്കൂർ നമുക്ക് ഏത് ബസ്സിൽ വേണമെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. അന്നേരം പിന്നീട് ചാർജ് ഉണ്ടാവില്ല. 3 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഈ തലീജയുടെ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും. തലീഞ്ച കാർഡിൽ തന്നെ ടൈപ്സ് ഓഫ് കാർഡ്സ് ഉണ്ട്. അതിപ്പോൾ ചൈൽഡിന് വേണ്ടിയിട്ടുള്ളത്, സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, അഡൾട്ടിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ മാൾട്ടയുടെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പ്ലേസ് ആയിട്ടുള്ള ഗോസോന്ന് നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാരാണ് ടൂറിസ്റ്റ് വിസയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ടെമ്പററി കാർഡായിട്ട് അങ്ങനെയുമുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് മാൾട്ട എയർപോർട്ടിലേക്കുള്ള എൻട്രൻസ് ആയിരുന്നു. ഇവിടെയും ബസ്സുകൾക്ക് സ്റ്റോപ്പുണ്ട്. അന്നേരം ഇവിടെ നമുക്ക് എയർപോർട്ടിൽ വന്നിറങ്ങുന്നവർക്ക് ബസ്സിൽ കയറി വരാവുന്നതാണ്. ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 2.50 യൂറോയുടെ ടിക്കറ്റ് എടുക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ഈ എയർപോർട്ടിന് സമീപത്ത് തന്നെ തലീജയുടെ ബസ് കാർഡ് എടുക്കേണ്ട സൗകര്യം കൂടി അവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അവിടെ കാർഡ് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയൂ, എങ്ങനെയുണ്ട് മാൾട്ടയുടെ ബസ് യാത്രയെന്ന്. മറ്റൊരു വീഡിയോയിൽ വേറൊരു മാൾട്ട വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.